ചില അൽപ്പന്മാർ, ചില വഞ്ചകന്മാർ, ചില നിഫാഖിന്റെ ആളുകൾ പറഞ്ഞു, കണ്ടില്ലേ മൗലിദിൽ അയാസനമൽ ഈദി, സനമിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെന്ന് പറയുന്ന കപടന്മാരുടെ, കാപട്യത്തിന്റെ ഉടമകളുടെ ഈ ലോകത്ത് നാം കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖുറൈശികൾ അവരുടെ ഒരു പ്രത്യേക സമ്മേളന ദിവസം, ഒരു പെരുന്നാൾ ദിവസം അവരൊരുമിച്ച് കൂടി അവരുടെ ബിംബങ്ങളുടെ മുന്നിൽ അവർ ഒട്ടകത്തെ അറുത്തു, അതിന് സദ്യ ഒരുക്കി, അവരുടെ പ്രത്യേക കർമ്മങ്ങളൊക്കെ നിർവഹിച്ചു. ആനന്ദ നൃത്തം ചവിട്ടുന്ന സമയത്താണ് ആ ബിംബം തലകുത്തി വീണത്. അവർ വേദനയോടെ എടുത്ത് ശരിയാക്കി നിർത്തി, വീണ്ടും അത് തലകുത്തി വീഴുന്നു. വീണ്ടും അവർ ശരിയാക്കി നിർത്തുന്നു, വീണ്ടും തലകുത്തി വീഴുന്നു. അപ്പോൾ അവർ പാടിയതാണ് അയാസാനമൽ ഈദില്ലദീ സഫ്ഫ ഹൗലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി തനക്കസ്ത മഖ്ലൂബൻ ഫമാ ദാക ഖുല്ലനാ വമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ഈറു ബിസ്സുഹബി വനാറു ജമീഇൽ ഫുർസ് എന്നിങ്ങനെ തുടങ്ങി. എന്തിനാണ് ബിംബമേ നീ തലകുത്തി വീണതെന്ന് അവർ ആശ്ചര്യത്തോടെ ചോദിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു കസീർ താരീഖിൽ ഉദ്ധരിച്ച ഈ സംഭവം അതാണ് നമ്മുടെ മങ്കൂസ് മൗലിദിൽ പറയുന്നത്. അതിനെപ്പോലും പരിഹസിക്കുന്ന ആളുകൾ, സുന്നികൾ മൗലിദിലൂടെ ബിംബങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു സമൂഹം. തനിച്ച കാപട്യമല്ലാതെ മറ്റെന്താണ് ഇതിന്റെ പേര്? ചരിത്രത്തിൽ കൃത്യമായി പറഞ്ഞ യാഥാർത്ഥ്യത്തെ നാം ബിംബത്തെ വിളിച്ച് പറയുകയല്ല, ബിംബത്തോടൊന്നും ആവേശപ്പെടുകയല്ല. അന്ന് വേദനയോടെ അന്ന് ഖുറൈശികൾ പാടിയ ചരിത്രത്തെ നാം എടുത്തുദ്ധരിക്കുകയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മത്തിന്റെ അന്ന് ആ സമയത്ത് ബിംബം തലകുത്തി വീണെന്നും അവിടെ അതിന്റെ ചുറ്റും കൂടിയിരുന്ന വലിയ വലിയ പ്രമുഖരായ ഖുറൈശി പ്രമുഖർ ആ ബിംബത്തോടായി ഇങ്ങനെ പറഞ്ഞു, അയാസാനമൽ ഈദില്ലദീ സഫ്ഫ ഹൗലഹു സനാദീദു മിൻ വഫദിൻ ബഈദിൻ വമിൻ ഖുർബി. അകലെ നിന്നും അടുത്തു നിന്നുമൊക്കെ ഒരുപാട് പ്രമുഖർ വന്ന് ചുറ്റുമിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നീ ഞങ്ങളെയൊക്കെ വഷളാക്കുമാറ്, ഞങ്ങളെയൊക്കെ വേദനിപ്പിക്കുമാറ് എന്തിന്റെ പേരിലാണ് തലകുത്തി വീണതെന്ന് ചോദിക്കുന്ന ആ ചോദ്യം. ഫഇൻ കുൻത മിൻ ദംബിൻ അതൈനാ ഫഇന്നനാ നബൂ ബിഖറാരിൻ വനൽവി അനിദ് ദംബി. ഞങ്ങൾ ചെയ്ത പാപത്തിന്റെ പേരിലാണെങ്കിൽ ഞങ്ങൾ പാപമോക്ഷം തേടുന്നു എന്ന് പറഞ്ഞ ആ കവിത അത് ഉദ്ധരിച്ചിട്ട് അവസാനം പിന്നീട് കവി മറുപടി പറയുന്നു, അല്ല, അതുകൊണ്ടൊന്നുമല്ല അത് മറിഞ്ഞു വീണത്. തറദ്ദാലി മൗലൂദിൻ അളാഅത് ബിനൂരിഹി ജമീഉ ഫിജാജിൽ അർളി ഖൗഫൻ മിനർ റുഅബി വനാറു ജമീഇൽ ഫുർസി ഖദ് ഖാമദത് ലഹു വഖദ് ബാത ഷാഹുൽ ഫുർസി ഫി അളമിൽ കർബി. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല സംഭവിച്ചത്. ഒരു മഹാനായ ലോകത്തിന്റെ അനുഗ്രഹമാകുന്ന, ലോകത്തിന്റെ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വരുന്ന ഒരു മഹാവിമോചകനാകുന്ന വിശ്വപ്രവാചകന്റെ ജന്മം എന്ന് സംഭവിച്ചിട്ടുണ്ട്. തറദ്ദാലി മൗലൂദിൻ, ആ പ്രസവം കണ്ട് പേടിച്ചുകൊണ്ടാണ് ഈ ബിംബം തലകുത്തി വീണതെന്ന് കവി മറുപടി പറയുന്ന വളരെ മനോഹരമായ തൗഹീദിനെ ഉദ്ഘോഷിക്കുന്ന ഈ മഹത്തായ രംഗം എടുത്തുദ്ധരിച്ചുകൊണ്ട് ചില അൽപ്പന്മാർ, ചില വഞ്ചകന്മാർ, ചില നിഫാഖിന്റെ ആളുകൾ പറഞ്ഞു, കണ്ടില്ലേ മൗലിദിൽ അയാസനമൽ ഈദി, സനമിനെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണെന്ന് പറയുന്ന കപടന്മാരുടെ, കാപട്യത്തിന്റെ ഉടമകളുടെ ഈ ലോകത്ത് നാം കൃത്യമായി കാര്യങ്ങളെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ നിലക്ക് തൗഹീദ് പറയുന്നതിനെയാണ് ശിർക്കാക്കി ചിത്രീകരിക്കുന്നത്. തൗഹീദിന്റെ അടയാളം റസൂലിന്റെ പ്രസവത്തിന്റെ സമയത്ത് വെളിവായതിനെ പറയുന്നതിനെയാണ് ശിർക്കാക്കി ചിത്രീകരിക്കുന്നത്. ഒരൽപ്പം ആത്മാർത്ഥതയുണ്ടെങ്കിൽ, ദീനിനോട് ഒരൽപ്പം കൂറുണ്ടെങ്കിൽ, സത്യസന്ധതയോട് ഒരൽപ്പം മതിപ്പുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ഇവർ ഇത് ചെയ്യുമായിരുന്നു. പ്രിയമുള്ള സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പല രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നു, പല രൂപത്തിൽ പരിചയപ്പെടുത്തി തന്നു. യാ അയ്യുഹൻ നബിയ്യു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇذനിഹി വസിറാജൻ മുനീറാ. യാ അയ്യുഹൻ നബിയ്യു, ഓ പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിക്കുന്നു. വിളിച്ചിട്ട് എന്താ പറയുന്നത്? ഇന്നാ അർസൽനാക, തങ്ങളെ ഞാൻ റസൂലാക്കിയിരിക്കുന്നു, തങ്ങളെ നാം റിസാലത്ത് ഏൽപ്പിച്ചിരിക്കുന്നു. റസൂലായത് 40 വയസ്സിൽ തന്നെയാണല്ലോ. ആ റസൂലിനെ റിസാലത്ത് ഏൽപ്പിച്ച സംഭവം പറയാൻ അള്ളാഹു വിളിക്കുന്നത് യാ മുഹമ്മദു എന്നല്ല, യാ അയ്യുഹൻ നബിയ്യു, ഓ പ്രവാചകരെ. കാരണം എന്താ? കുന്തു നബിയൻ, ഞാൻ പണ്ടേ പ്രവാചകനായിരുന്നു, ഞാൻ പണ്ടേ പ്രവാചകനാണ്. വആദമു മുൻജദിലുൻ ബൈന തീനി വൽ മാ, ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവരിൽ റൂഹ് ഊതിയിട്ടില്ല. ആ മണ്ണും
ചളിയുമായി ആ രൂപപ്പെടുത്തി നിന്ന ആ സന്ദർഭത്തിലും ഞാൻ പ്രവാചകനായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട്, ഞാൻ പ്രവാചകനായി എഴുതപ്പെട്ടിട്ടുണ്ട് എന്നല്ല. അങ്ങനെയാണെങ്കിൽ അത് നബിയുടെ മാത്രം പ്രത്യേകതയല്ല. എല്ലാ നബിമാരും അള്ളാഹുവിന്റെ ഇൽമിൽ പണ്ടേ പ്രവാചകന്മാരായി കുത്തിബ എഴുതപ്പെട്ടവരാണ്, ജുഇല അങ്ങനെ ആക്കപ്പെട്ടവരാണ് റസൂലുള്ളാഹി. അതുകൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ ആലമുൽ അർവാഹിൽ വെച്ച് നമ്മൾ ഈ ഭൗതിക ലോകത്തേക്ക് വരുന്നതിന്റെ മുമ്പ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചതിന് ശേഷം പ്രധാനമായി ഈ ആദം സന്തതികളിൽ നിന്ന് 3 കരാറെടുത്തതിനെ സംബന്ധിച്ച് ആദം സന്തതികളോട്, മനുഷ്യരോട്, ഒന്ന് പ്രവാചകന്മാരോട്, ഒന്ന് റസൂലുള്ള ഒഴിച്ചുള്ള പ്രവാചകന്മാരോട്, ഒന്ന് മുഴുവൻ ജനസമൂഹത്തോടും അള്ളാഹു ചില കരാറ് നടത്തിയിട്ടുണ്ട്. ഈ 3 കരാറുകളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിവരിച്ചിട്ടുമുണ്ട്. അതിൽ സൂറത്ത് ആൽ ഇമ്രാനിൽ പറയുന്ന പരിശുദ്ധ ഖുർആനിന്റെ ഈ 3-ൽ ഏറ്റവും കടുപ്പമേറിയ പ്രയോഗത്തിൽ, അതിന്റെ പദപ്രയോഗങ്ങളിൽ ഏറ്റവും ശക്തിമത്തായ പ്രയോഗം നടത്തിയിട്ടുള്ള, ഗൗരവമേറിയ പ്രയോഗം നടത്തിയിട്ടുള്ള ഒരു മീസാക്ക് കാണാം. മറ്റൊരു മീസാക്കിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും മറ്റ് അമ്പിയാക്കളോടും ഒക്കെ പറയുന്നത് കാണാം. എന്നാൽ ഈ ആയത്തിൽ എന്താണ് പറയുന്നതെന്നറിയോ? വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും. അമ്പിയാക്കളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കരാറെടുത്തു. ആ കരാറിൽ എന്താ പറയുന്നത്? ഞാൻ നിങ്ങൾക്ക് കിതാബ് തരും, ഞാൻ നിങ്ങൾക്ക് കിതാബും ഹിക്മത്തും തരും. അങ്ങനെ നിങ്ങൾ അതുമായി ജനങ്ങളിലേക്ക് വരും. ജനങ്ങളിലേക്ക് വന്നതിന് ശേഷം ثم جاءكم رسول مصدق لما معكم, നിങ്ങളുടെ എല്ലാവരുടെയും അടുത്തുള്ളതിനെ ഒക്കെ തസ്ദീഖ് ചെയ്യുന്ന ഒരു പ്രവാചകൻ അഥവാ ഖാതിമുൻ നബിയീൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ഇബ്നു അബ്ബാസ് തങ്ങൾ കൃത്യമായി അങ്ങനെ വ്യാഖ്യാനിച്ചു. ആ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണെങ്കിൽ അതൊരു സാങ്കല്പികമാണ്. അങ്ങനെയാണെങ്കിൽ പോലും അള്ളാഹു അവരെ കൊണ്ടുള്ള ബൈഅത്ത് എടുപ്പിക്കുന്നു. നിങ്ങൾ അങ്ങനെ ഒരു പ്രവാചകൻ നിങ്ങൾക്ക് വന്നാൽ ലതുഅ്മിനുന്ന ബിഹി, നിങ്ങൾ ആ പ്രവാചകനെ കൊണ്ട് വിശ്വസിക്കുകയും വലതൻസുറുന്നഹു, വിശ്വസിച്ചാൽ മാത്രം പോരാ, നിങ്ങളുടെ നുബുവത്തൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആ പ്രവാചകന്റെ ഉമ്മത്തിൽപ്പെട്ട ഒരാളാവുകയും വലതൻസുറുന്നഹു, ആ നബിയുടെ അൻസാറുകളായ സഹാബത്തിന്റെ കൂട്ടത്തിൽ ഒരു അൻസാരിയായി മാറുകയും ചെയ്യണം എന്ന് ഞാൻ മുഴുവൻ അമ്പിയാക്കളോടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊഴിച്ചുള്ള മുഴുവൻ അമ്പിയാക്കളോടും അള്ളാഹു കരാർ ചെയ്യുന്ന ഒരു രംഗം. വലതൻസുറുന്ന, എന്നിട്ട് പിന്നെ പറയുന്നു ഖാല അഖറർതും, നിങ്ങൾ അത് അംഗീകരിച്ചോ? വഅഖദ്തും അലാ ദാലികും ഇസ്രി, നിങ്ങൾ ഉറപ്പിച്ചോ? ഖാലു ഷഹിദ്നാ, ഖാലു അഖറർനാ, ഞങ്ങൾ അംഗീകരിച്ചു, ഞങ്ങൾ അതൊക്കെ സ്വീകരിച്ചു അല്ലാഹുവേ, ഞങ്ങൾ അതിനൊക്കെ തയ്യാറാണ് എന്ന് പറഞ്ഞു. അത് വളരെ ശക്തമായ സ്വരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് പറയുന്നു അതാരെങ്കിലും ലംഘിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഇത് ലംഘിച്ചാൽ, ആരോടാണ് ഈ പറയുന്നത് എന്ന് നോക്കണം. ആരോടാണ് ഈ പറയുന്നത് എന്ന് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. കാരണം ഇത് അമ്പിയാക്കളോടാണ് പറയുന്നത്, അമ്പിയാക്കളോടാണ് പറയുന്നത്. വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أأقررتم وأخذتم على ذلكم إصري قالوا أقررنا, ഞങ്ങൾ തയ്യാറാണ് റബ്ബേ, ഞങ്ങൾ അംഗീകരിച്ചു. ഖാല ഫഷ്ഹദു, എങ്കിൽ നിങ്ങൾ ഈ അംഗീകരിച്ചതിന് നിങ്ങൾ സാക്ഷിയാകൂ, നിങ്ങൾ ഓരോരുത്തരും മറ്റുള്ളവർക്ക് സാക്ഷിയാണ്. വഅന മഅകും മിനശ് ഷാഹിദീൻ, ഈ ഒരു പ്രയോഗം മറ്റ് 2 മീസാഖിലും കാണാൻ സാധ്യമല്ല, ഞാനും സാക്ഷിയാണ് നിങ്ങളുടെ കൂടെ. എന്നിട്ട് അല്ലാഹു പറയുന്നു ഫമൻ തവല്ലാ ബഅദ ദാലിക, ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ അംഗീകരിച്ചു, ഇനി ആരെങ്കിലും ഇത് ലംഘിച്ചാൽ ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തെമ്മാടികളാകുന്നു. അല്ലാഹു, എത്ര വലിയ മീസാഖാണത്! ആരോടാണ് ആ മീസാഖ് ചെയ്തത്? തൊട്ടടുത്ത 2 മീസാഖും ഒന്ന് സൂറത്ത് നിസായിൽ പറയുന്നുണ്ട്. ആയത്തുകൾ എടുത്തു നോക്കൂ, ഇത്ര ഖനം കാണില്ല, ഇത്ര ശിദ്ദത്ത് കാണില്ല, ഇത്ര വലിയ തഹ്ദീർ കാണില്ല. അള്ളാഹു കൂടെ സാക്ഷി നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു ഫമൻ തവല്ലാ ബഅദ ദാലിക, എന്റെ ഹബീബിനെ അംഗീകരിക്കാതെ എങ്ങാനും ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തെമ്മാടികളാകുന്നു. അവരങ്ങനെ ചെയ്തിട്ടല്ല. പക്ഷെ വിഷയത്തിന്റെ ഗൗരവം ഈ ഉമ്മത്ത് മനസ്സിലാക്കണം, വിഷയത്തിന്റെ ഗൗരവം ലോക സമൂഹം മനസ്സിലാക്കണം. എല്ലാറ്റിന്റെയും എല്ലാ റഹ്മത്തിന്റെയും കേന്ദ്രമാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഫകുല്ലുഹും മിൻ റസൂലില്ലാഹി മുൽതമിസു, സിറാജ് മുനീറാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഈ നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളോട് കരാർ ചെയ്യുന്നു.
എന്നാൽ മറ്റൊരായത്തിൽ നമുക്ക് കാണാം രണ്ടാമത്തെ ഒരു കരാറ്. അതിലെങ്ങനെയാ പറയുന്നറിയോ? വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയ്യീന. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ അമ്പിയാക്കളും അതിൽ റസൂലുള്ളാഹിയും ഉണ്ട്. അതെന്താണ് ആ കരാറ്? നിങ്ങൾക്ക് ഞാൻ നുബുവത്തും കിതാബും ഒക്കെ തന്നാൽ അത് കൃത്യമായി നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കണം. അതിലൊരു വീഴ്ചയും നിങ്ങൾ വരുത്താൻ പാടില്ല. ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു കരാറാണ് പിന്നീട് എല്ലാ അമ്പിയാക്കളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വതആല എടുക്കുന്നത്. സൂറത്തുൽ അഹ്സാബിലാണ് അല്ലാഹു പറയുന്നത്. ഇതിനെ സംബന്ധിച്ച് പറയുന്ന ആയത്ത് നിങ്ങൾ നോക്കൂ. വഇദ് അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും. എല്ലാ അമ്പിയാക്കളിൽ നിന്നും അല്ലാഹു ഒരു കരാർ എടുത്തു. വമിൻക തങ്ങളിൽ നിന്നും, വമിൻ നൂഹിൻ നൂഹ് നബിയിൽ നിന്നും, വഇബ്രാഹീമ വമൂസ വഈസ ഇബ്നു മറിയം മൂസാ നബി ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരിൽ നിന്നും ഒക്കെ അല്ലാഹു കരാർ എടുത്തു. ആദ്യം എല്ലാ അമ്പിയാക്കളിൽ നിന്നും എന്ന് പറഞ്ഞതിന് ശേഷം ഉലുൽ അസ്മാകുന്ന 5 അമ്പിയാക്കളെ മുർസലീങ്ങളുടെ പേര് പ്രത്യേകം എടുത്തു പറയുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അക്കൂട്ടത്തിലുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അക്കൂട്ടത്തിലുണ്ട്, ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം അടങ്ങുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടങ്ങുന്ന 5 ഉലുൽ അസ്മ അടക്കമുള്ള മുഴുവൻ അമ്പിയാക്കളോടും അല്ലാഹു ഒരു കരാർ എടുക്കുകയാണ്. എന്താണ് കരാറ്? ഞാൻ നൽകുന്നത് കൃത്യമായ ഒരു ഹർഫ് വിടാതെ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണമെന്ന കരാറാണ്. ആ കരാർ എടുത്തതിനെ സംബന്ധിച്ച് പറയുമ്പോൾ മിനൻ നബിയ്യീന മീസാഖഹും, അമ്പിയാക്കളിൽ നിന്ന് മീസാഖ് എടുത്തു. അമ്പിയാക്കളിൽ നിന്ന് മീസാഖ് എടുത്തു. അപ്പോ പിന്നെ പറഞ്ഞു വമിൻക വമിൻ നൂഹിൻ. നോക്കൂ, ആദ്യം വന്നത് നൂഹ് നബിയാണ്. പിന്നീട് ആ 4 ആളുകളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബി, പിന്നീട് മൂസ നബി, പിന്നീട് ഈസ നബി, അല്ലേ? വമിൻ നൂഹിൻ വ ഇബ്രാഹീമ വ മൂസ വ ഈസ. കൃത്യമായാണ് പറഞ്ഞത്. വഴിക്ക് വഴിയായി ആദ്യം നൂഹ് നബിയുടെ പേര്, പിന്നീട് ഇബ്രാഹിം നബിയുടെ പേര്, പിന്നീട് മൂസ നബിയുടെ പേര്, പിന്നീട് ഈസ നബിയുടെ പേര്, വഴിക്ക് വഴിയായി പറഞ്ഞു. എന്നാൽ അന്ത്യപ്രവാചകർ അവസാനം വന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര് ആദ്യം പറഞ്ഞു. വമിൻക വമിൻ നൂഹിൻ വ ഇബ്രാഹീമ വ മൂസ വ ഈസ. നോക്കൂ, എല്ലാ അമ്പിയാക്കളിൽ നിന്നും കരാറെടുത്തു. വമിൻക തങ്ങളിൽ നിന്നും, വമിൻ നൂഹിൻ വ ഇബ്രാഹീമ വ മൂസ വ ഈസ. ഖാല ഖതാദ, ബഹുമാനപ്പെട്ട താബിഈ പണ്ഡിതനായ മഹാപണ്ഡിതനായ ഖതാദ റളിയല്ലാഹു തആല അൻഹു അതിന്റെ കാരണം പറഞ്ഞത് എന്താണെന്നറിയോ? ലിഅന്നഹു അവ്വലുഹും ഖൽഖൻ വ ആഖിറുഹും ബിഅസതൻ. അവസാനത്തിൽ ആഖിറുഹും ബഅസ, അവസാനം നിയോഗിക്കപ്പെട്ട പ്രവാചകർ മുഹമ്മദ് മുസ്തഫ തങ്ങളാണെങ്കിലും ആദ്യം ജന്മം കൊണ്ട് ആദ്യത്തവർ ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് തന്നെയാണ് മങ്കൂസ് മൗലിദിലും പറഞ്ഞത്. ആദ്യത്തെ നൂറ്, ആദ്യത്തെ സൃഷ്ടി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടാണ് ഈ ആയത്ത് മാത്രമല്ല തത്തുല്യമായ വേറെ 3 ആയത്തുകളിലും ഇത്തരം പ്രയോഗിച്ചിടത്തൊക്കെ ഇമാം ഖുർത്തുബി വളരെ കൃത്യമായി പറയുന്നുണ്ട്. എന്തുകൊണ്ട് റസൂലുള്ളാഹിയുടെ പേര് നൂഹ് നബിയുടെ മുമ്പ് പറഞ്ഞു, ഇബ്രാഹിം നബിയുടെ മുമ്പ് പറഞ്ഞു, മൂസ നബിയുടെ മുമ്പ് പറഞ്ഞു, ബാക്കിയുള്ളവരൊക്കെ അവർ ഈ ലോകത്ത് പ്രത്യക്ഷപ്പെട്ട അതേ തർത്തീബിൽ പറയുമ്പോൾ അള്ളാന്റെ റസൂലിന്റെ, അള്ളാന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്, അവരെ സംബന്ധിച്ചുള്ള പരാമർശം ആദ്യമായി പറയാനുള്ള കാരണം ലിഅന്നഹു അവ്വലുഹും ഖൽഖാ അലാ അവ്വലുൽ മബ്ദൂഇ നൂറൻ മുഹമ്മദു അബൂ കുല്ലി ആബാഇൻ കിബാരിൻ മുഹമ്മദു അലാ അവ്വലുൽ മബ്ദൂഇ നൂറൻ മുഹമ്മദു അബൂ കുല്ലി ആബാഇൻ കിബാരിൻ മുഹമ്മദു. എന്നിട്ട് ഇത് തഫ്സീറിൽ പറഞ്ഞതാണെങ്കിൽ കൃത്യമായി സഹീഹായ ഹദീസിൽ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു രംഗം, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് മുഴുവൻ മക്കളെയും പിടിച്ച് പല കാര്യങ്ങളും ചെയ്ത കൂട്ടത്തിൽ ആ മുഴുവൻ സൃഷ്ടികളെയും പിടിച്ചു വഖയ്യറ ലി ആദമ ഔലാദ, അല്ലെങ്കിൽ ബനി. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്റെ മക്കളുടെ ശ്രേഷ്ഠതയെ ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ഓരോരുത്തരുടെ വ്യത്യാസം അതിങ്ങനെ പ്രകടമാകുന്ന വിധത്തിൽ ഓരോരുത്തരും ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്, എല്ലാവരെയും. അതിൽ ചില ആളുകൾ പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങുന്നു, മറ്റു ചിലർ ചില നക്ഷത്രങ്ങളെ പോലെ തിളങ്ങുന്നു. ഇങ്ങനെ ഓരോരുത്തരുടെ വ്യത്യാസങ്ങൾ വേർതിരിയുന്ന വിധത്തിൽ, അവരുടെ മഹത്വം വേർതിരിയുന്ന വിധത്തിൽ വാപ്പാക്ക് മക്കളെങ്ങനെ കാണിച്ചു കൊടുക്കുക. ഖിയാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ അമ്പിയാക്കൾ അക്കൂട്ടത്തിലുണ്ട്, മുഴുവൻ ഔലിയാക്കൾ അക്കൂട്ടത്തിലുണ്ട്, മുഴുവൻ സാലിഹീങ്ങളും മുത്തഖീങ്ങളും അക്കൂട്ടത്തിലുണ്ട്, എല്ലാ തമ്മാടികളും അക്കൂട്ടത്തിലുണ്ട്. അവരെയൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കുന്ന വിധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കാണിച്ചു കൊടുത്തു. ഫറആനി, റസൂലുള്ളാഹി പറയുകയാണ്,
ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടക്കം റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അടക്കമുള്ള പ്രഗത്ഭരായ മഹാന്മാരായ മഹത്തുക്കളായ അമ്പിയാക്കളുടെ കൂട്ടത്തിൽ വേറിട്ട് ഉപ്പ എന്നെ കാണുകയാണ്. ഫറആനി നൂറൻ സാത്തിആ ഫീ ആഖിരിഹിം. ഞാൻ അവസാനാണുള്ളത്, പിന്നിലാണ്. പക്ഷേ എന്റെ പ്രകാശമാണ് ഏറ്റവും പ്രഭയായി നിൽക്കുന്നത്, പ്രശോഭിച്ചു നിൽക്കുന്നത്, പ്രസരിച്ചു നിൽക്കുന്നത്. ഫറആനി, എന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം കണ്ടു. നൂറൻ സാത്തിആ, സാത്തിആയ തിളങ്ങുന്ന ഉദിച്ചു നിൽക്കുന്ന സൂര്യപ്രകാശം പോലെ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിച്ചു, റബ്ബേ മൻ ഹാദാ, ആരാണ് ആ കാണുന്നത്? ആരുടെ പ്രകാശമാണ് ഇങ്ങനെ ഇക്കൂട്ടത്തിൽ ലക്ഷക്കണക്കിന് വരുന്ന അമ്പിയാക്കളുടെ പ്രകാശങ്ങളിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ആ പ്രകാശം ഏതാണ് റബ്ബേ എന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുന്നു. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന മറുപടി, ഹുവ ഇബ്നുക അഹ്മദു, അത് നിങ്ങളുടെ മകൻ അഹ്മദ് എന്ന പേരിൽ വാനലോകത്ത് അറിയപ്പെടുന്ന, മുഹമ്മദ് എന്ന പേരിൽ ഭൗതിക ലോകത്ത് അറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു ഒന്നുകൂടെ പറഞ്ഞു, ഹുവൽ അവ്വലു, ആ പ്രവാചകരാണ് ആദ്യത്തവർ, ഹുവൽ ആഖിറു, അവസാനം വരുന്നവർ അവരാണ്, എങ്കിലും ആദ്യത്തെ സൃഷ്ടി അവരാണ്. അങ്ങനെ ഞാനൊരു ഡോസ് പറഞ്ഞു തന്നു മാത്രം. നമ്മളൊക്കെ നന്നായി പഠിക്കണം. ഹബീബ് ആരാണ്? അള്ളാന്റെ ഹബീബല്ലേ, അള്ളാഹുവിന്റെ സഫുവത്തല്ലേ, അള്ളാഹു തിരഞ്ഞെടുത്തവരല്ലേ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ, അവരെ പറ്റി പറഞ്ഞതൊക്കെ മഹാന്മാര്, സൂഫിയാക്കൾ, ആരിഫ്യങ്ങൾ, ഭൗതിക ലോകത്ത് പലതും പലർക്കും അറിഞ്ഞില്ലെന്നവരാണ്. ആരിഫ്യങ്ങൾ, യഥാർത്ഥ സത്യസന്ധരായ ആരിഫ്യങ്ങൾ പറഞ്ഞതൊക്കെ സത്യമാണ്. അതൊക്കെ തന്നെയാണ് നമ്മുടെ കിതാബുകൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതിലേക്കൊക്കെ തന്നെ പരിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ചിലത് നേരെ പറഞ്ഞിട്ടുണ്ട്, ചിലത് സൂചനയായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓതിവച്ച ആയത്തിന്റെ അവസാനം അത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഷാഹിദൻ വ മുബശ്ശിറൻ വ നദീറാ, അതുകൊണ്ടാണ് യാ അയ്യുഹൻ നബിയു എന്ന് വിളിച്ചത്. ആദ്യമേ പ്രവാചകരായിട്ടുള്ളവരെ, ഇന്നാ അർസൽനാക, അങ്ങേക്ക് ഞാൻ റിസാലത്ത് തന്നിരിക്കുന്നു. ഈ നുബുവത്ത്, ഈ ദഅവത്ത്, ഈ ശരീഅത്ത് ലോകത്തിന് എത്തിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്നാ അർസൽനാക, ആ റിസാലത്ത് തബ്ലീഗ് ചെയ്യുമ്പോൾ ഉണ്ടാവേണ്ടിയിരിക്കുന്ന, എല്ലാവർക്കും ഉണ്ടാവേണ്ടുന്ന അടിസ്ഥാന ഗുണങ്ങൾ അത് മനസ്സിലാക്കുന്ന വിധത്തിൽ, എന്നാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹക്കിൽ മറ്റൊരർത്ഥം ഉൾക്കൊള്ളുന്ന വിധത്തിൽ അല്ലാഹു അവതരിപ്പിക്കുന്നു. ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറാ. ഒന്നാമതായി ഷാഹിദായിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷാഹിദാകുന്നു. എന്താണ് ഈ ഷാഹിദിന്റെ അർത്ഥം? ഷാഹിദൻ എന്ന് പറഞ്ഞാൽ അതിന്റെ പൊരുൾ എന്താണ്? എല്ലാറ്റിന്റെയും ഷാഹിദാണ്. ദുനിയാവിൽ ആഖിറത്തുള്ളത് സകലതും കണ്ടുകൊണ്ട് ഇവിടെ പ്രഖ്യാപിക്കുന്നു. ആഖിറത്തിൽ ചെല്ലുമ്പോൾ ദുനിയാവിലുണ്ടായ സകല കാര്യങ്ങൾക്കും അമ്പിയാക്കൾക്ക് വേണ്ടി അവിടെയും സാക്ഷി നിൽക്കുന്നു. തഫ്സീറുകളിൽ കാണാം, എല്ലാറ്റിന്റെയും ഷാഹിദാണ്. ആഖിറത്തിൽ ചെല്ലുമ്പോൾ അള്ളാഹു വിധിക്കണമെങ്കിൽ ഈ പ്രവാചകൻ സാക്ഷി നിൽക്കണം. ദുനിയാവിൽ നടന്ന സകല കാര്യങ്ങൾക്കും ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതലല്ല, അതിനപ്പുറമുണ്ടെങ്കിൽ അതുമൊക്കെ എന്തൊക്കെയുടെ വിചാരണക്ക് വിധേയമാകുന്നുവോ അതൊക്കെ ആഖിറത്തിൽ അവസാനം തീർപ്പ് കൽപ്പിക്കണമെങ്കിൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒപ്പിടണം. അവിടെ ഈ ഖാഇ വേണം, എങ്കിലേ അവിടെ അംഗീകരിക്കുന്നുള്ളൂ. എങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളുടെയും സാക്ഷിയാണ്. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, നിങ്ങൾ പണിയെടുക്കൂ, അല്ലാഹു റസൂൽ ഇതൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ ദുനിയാവിൽ ഒന്നും കാണാതെ പറഞ്ഞിട്ടില്ല. സ്വർഗത്തിൽ ആരൊക്കെ കടക്കും, എങ്ങനെയൊക്കെ കടക്കും, എല്ലാം കൃത്യമായി കണ്ടുകൊണ്ട് പറയുന്നത് പോലെ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൊട്ടാരം കണ്ട് അതിന്റെ രൂപം വിശദീകരിച്ചു കൊടുത്തു. ആഖിറത്തിൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇയാനൻ കാണിച്ചു കൊടുത്തുകൊണ്ടാണ്, അവർ പൂർണ്ണ അർത്ഥത്തിൽ അതിന്റെ ഒക്കെ സാക്ഷിയാക്കിക്കൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ അത് അവിടെ ഇങ്ങനെ അവതരിപ്പിച്ചത്. ഇന്നാ അർസൽനാക ഷാഹിദാ, സകലത്തിന്റെയും സാക്ഷിയാണ് റസൂൽ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഇന്നാ അർസൽനാക ഷാഹിദാ, അങ്ങയുടെ റിസാലത്തിന്റെ സാക്ഷിയാണ്. അങ്ങ് ഒരു പ്രവാചകനാണെന്ന് മനസ്സിലാക്കാൻ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് മനസ്സിലാക്കാൻ, എന്തെങ്കിലും ഭൗതിക താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന
ഒരു താല്പര്യത്തിന് വേണ്ടി, സ്വജനപക്ഷപാതത്തിന് വേണ്ടിയോ സ്വന്തം താല്പര്യത്തിന് വേണ്ടിയോ എന്തെങ്കിലും ചെയ്യുന്ന ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു നേതാവല്ല. മറിച്ച് ഈ ഉമ്മത്തിനെ, ഈ പ്രപഞ്ചത്തെ അതിന്റെ സഞ്ചാരം യഥാർത്ഥ ദിശയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി, അതിനുവേണ്ടി ജീവിതം പൂർണ്ണമായി സമർപ്പിക്കുന്ന മഹത്തായ വ്യക്തിത്വത്തിന്റെ ഉടമയാണെന്ന് നിഷ്പക്ഷമായി ചിന്തിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുമാറ് വിശുദ്ധമായ സ്വഭാവം കൊണ്ട് അങ്ങയുടെ റിസാലത്തിന് അങ്ങ് തന്നെ സാക്ഷിയാണ്. മറ്റൊരു തെളിവിന്റെ ആവശ്യമില്ല. ലൗലം തകുൻ ഫീഹി ആയാതും മുബയ്യിനതുൻ ലകാന മൻളറുഹു യുംബിക ബിൽ ഖബരി. അബ്ദുല്ലാഹ് ഇബ്നു റവാഹ. വേറെ ഒരു ദലീലും ഇല്ല എന്ന് വിചാരിക്കുക, ഒരു മുഅ്ജിസത്തും ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുക, എന്നാ തന്നെ ലകാന മൻളറുഹു, ആ സുസ്മേരവദനായ ആ പ്രവാചകന്റെ ആ രൂപം, ആ മുഖം, ആ സ്വഭാവം, അതൊന്ന് കണ്ടാൽ മതി, അറിയാതെ പറഞ്ഞു പോകും മാഹാദാ ബിവജ്ഹി കദ്ദാബ്, ഇതൊരു കളവ് പറയുന്ന മനുഷ്യനല്ല. അബ്ദുല്ലാഹി ഇബ്നു സലാം പറഞ്ഞല്ലോ, ലൗലം തകുൻ ഫീഹി ആയാതും മുബയ്യിനതുൻ, ഇപ്പറയുന്ന ദൃഷ്ടാന്തങ്ങളും മുഅ്ജിസത്തുകളും ഇർഹാസാത്തുകളും ഒന്നും ഇല്ലെങ്കിൽ പോലും ലകാന മൻളറുഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ മൻളർ, അവരെ കണ്ടാൽ അത് തന്നെ മതി, യുംബിക ബിൽ ഖബരി, യാഥാർത്ഥ്യം പറഞ്ഞു തരും എന്ന്. ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഭാവം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്ത് സാധിച്ചെടുത്തത്, 23 വർഷം കൊണ്ട് ഈ ലോകത്ത് സാധിച്ചെടുത്തത്, ലോകത്ത് ആർക്കാണ് സാധ്യമായിട്ടുള്ളത്? അതൊരു ചെറിയ സംഭവമായി ചിത്രീകരിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? ആരെന്തൊക്കെ പറയട്ടെ, ഹബീബായ റസൂലിനെ എന്തൊക്കെ നിങ്ങൾ ആക്ഷേപിക്കൂ, എന്തൊക്കെ നിങ്ങൾ പറയൂ, എന്തെല്ലാം ആക്ഷേപങ്ങൾ ചൊരിഞ്ഞാലും ശരി, ആ മഹാനായ മനുഷ്യൻ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്ന സമയത്ത് യൂറോപ്പിന്റെ അവസ്ഥ എന്തായിരുന്നു, പേർഷ്യൻ സാമ്രാജ്യത്തിന്റെ അവസ്ഥ എന്തായിരുന്നു? അറബികൾ മോശക്കാരായിരുന്നു എന്നെല്ലാവരും പ്രസംഗിച്ചു കേൾക്കാം. അറബികളെക്കാൾ മോശമായിരുന്നില്ലേ യൂറോപ്പുകാര്? അറബികളെക്കാൾ അന്ധകാരത്തിലായിരുന്നില്ലേ പേർഷ്യക്കാര്? എവിടെയായിരുന്നു നീതി ഉണ്ടായിരുന്നത്? എവിടെയായിരുന്നു സമാധാനം ഉണ്ടായിരുന്നത്? എവിടെയായിരുന്നു മനുഷ്യത്വം ഉണ്ടായിരുന്നത്? എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? ആർക്കാണ് പറയാൻ കഴിയുക? നിഷ്പക്ഷമായി ചരിത്രത്തെ വിലയിരുത്തുന്ന ഏതൊരാൾക്കും സമ്മതിക്കാൻ കഴിയും, ലോകം മുഴുവനും പൂർണ്ണ അന്ധകാരത്തിൽ മുഴുകി, മനുഷ്യത്വം കാണാത്ത, മനുഷ്യത്വം മരവിച്ച ഒരു തരം കാടത്വം മാത്രം അരങ്ങു വാഴുന്ന വളരെ മൃഗീയമായ ഒരു കാലഘട്ടം. നീതി എന്നൊരു സംഗതി അവിടെ കാണാൻ സാധ്യമല്ല. നീതി വിൽക്കപ്പെടുകയായിരുന്നു, എല്ലാ അനീതിയും അഴിഞ്ഞാടുകയായിരുന്നു. വരേണ്യവർഗവും ഭരണവർഗവും അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നവരും അവർ സുഖലോലുപരും ക്രൂര വിനോദങ്ങൾ നടത്തി മനുഷ്യരെ ചൂഷണം ചെയ്ത് അവരുടെ ചെലവിൽ ജീവിക്കുന്നവരുമായിരുന്നില്ലേ? ഇത് ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞതാ? ബുഖാരി പറഞ്ഞതല്ല ഈ പറയുന്നത്, താരിഖ് ഇബ്നു കസീർ പറഞ്ഞതല്ല ഈ പറയുന്നത്. ലോകം അംഗീകരിച്ച യൂറോപ്യൻ ചരിത്രകാരന്മാർ എഴുതി വെച്ച ചരിത്ര പുസ്തകങ്ങൾ വായിച്ചു നോക്കൂ. പരിശുദ്ധമായ ദീനിനെയും പരിശുദ്ധമായ റസൂലിനെയും പരിശുദ്ധനായ റസൂലിനെയും നോക്കിക്കൊഞ്ഞനം കാട്ടുന്നവരോട് വളരെ വിനീതമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, പരിശുദ്ധ ഖുർആൻ പണ്ട് പറഞ്ഞിട്ടുണ്ട് അത്തരം ആളുകളോട്, നിങ്ങൾ വരൂ, നിങ്ങൾ ഒറ്റക്കും നിങ്ങൾ കൂട്ടമായും ചിന്തിക്കൂ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിഷ്പക്ഷമായി മുൻവിധിയില്ലാതെ ആ പുണ്യപ്രവാചകനെ സംബന്ധിച്ച് നിങ്ങൾ പഠിക്കൂ, നിങ്ങൾ അറിയാതെ അശ്ഹദു അന്നക റസൂലുള്ളാഹ് എന്ന് പറയാൻ നിർബന്ധിതരാകും. പക്ഷെ മുൻവിധി പാടില്ല. എന്താ റസൂലുള്ളാഹ് ചെയ്ത തെറ്റ്? എന്താണ് ചെയ്ത തെറ്റ്? റസൂലിനെ ആക്ഷേപിക്കുന്നവർ പറയണം, ഈ നിലക്ക് അക്രമം അഴിഞ്ഞാടുന്ന ഒരു കാലഘട്ടം, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എപ്പോഴും സമരങ്ങളും അതിനെ ആക്രമിക്കുകയും അതിനെ നശിപ്പിക്കാൻ വേണ്ടി വെടിവെപ്പും, അല്ലെങ്കിൽ അതിന് അക്കാലഘട്ടത്തെ യോജിച്ച വിധത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ഭരണ സംവിധാനം ദുരുപയോഗപ്പെടുത്തുന്നു. 30,000 20,000 ഒക്കെയാണ് ഓരോ സമരങ്ങളിൽ കൊല്ലപ്പെടുന്നത്. ഇതൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ കാര്യത്തിൽ വല്ലാതെ വാചാലരാകുന്നവരുണ്ടല്ലോ. അന്ന് യൂറോപ്പിൽ സ്ത്രീ മനുഷ്യനാണോ മൃഗമാണോ എന്നായിരുന്നു ചർച്ച ചെയ്യപ്പെട്ടിരുന്നത്. സ്ത്രീക്ക് അനന്തരമുണ്ടോ ഇല്ലേ എന്നതല്ല, സ്ത്രീക്ക് ആത്മാവുണ്ടോ മനുഷ്യനെ പോലെ, സ്ത്രീക്ക് ആത്മാവുണ്ടോ എന്ന് ചർച്ച ചെയ്തിരുന്നത് ക്രിസ്തീയ പുരോഹിതന്മാർ പോലും അതിന്റെ ഭാഗമായിരുന്നു. ഇതൊക്കെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയുന്ന അന്നത്തെ ലോകത്തെ 2 വൻ സാമ്രാജ്യങ്ങളായിരുന്നു. ഒന്ന് പേർഷ്യൻ സാമ്രാജ്യമാണ്. അതിന്റെ അധിപനായ ഒരു രാജാവ് സ്വന്തം മകളെ വിവാഹം കഴിച്ചു, എന്നിട്ട് ഭൂതി തീർന്നപ്പോൾ ആ കുട്ടിയെ കൊലപ്പെടുത്തി. ഇതൊക്കെ ചരിത്ര യാഥാർത്ഥ്യമല്ലേ? ഇങ്ങനെയുള്ള മൃഗങ്ങൾ ഭരിക്കുന്ന കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
സമൂഹത്തിന്റെ മുഴുവൻ ഊർജവും പിഴുതെടുത്തുകൊണ്ട്, അവരുടെ സകല സമ്പത്തും പിഴുതെടുത്തുകൊണ്ട് ഈ റോമൻ സാമ്രാജ്യത്തിന്റെ കോളനിയായിരുന്ന സിറിയയിലും ഈജിപ്തിലൊക്കെ ജീവിച്ചിരുന്ന ജനങ്ങളുടെ അവസ്ഥ, അവർക്ക് അവരുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട നികുതിയും മറ്റും അടക്കാൻ കഴിയാതെ സ്വന്തം മക്കളെ വിൽക്കേണ്ടി വന്നിരുന്നു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. ഈ കാലഘട്ടത്തിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ, നിങ്ങൾ ആണും പെണ്ണും ഒരേ ശരീരത്തിൽ നിന്നുണ്ടായിട്ടുള്ളവരാണ് എന്ന പ്രഖ്യാപനം നടത്തുന്നത്. നിങ്ങളിൽ കറുത്തവരും വെളുത്തവരും ആദമിന്റെ മക്കളാണ്, ആദം മണ്ണിന്റെ മകനാണെന്ന പ്രഖ്യാപനം നടത്തി എന്ന് മാത്രമല്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ വിജയം ആഘോഷിച്ച മക്കം ഫത്ഹിന്റെ അന്ന്, പരിശുദ്ധ ഇസ്ലാം അതിന്റെ അന്തസ്സിന്റെ കൊടുമുടിയിൽ നിന്ന് അന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിജയ പ്രഖ്യാപനം നടത്താൻ പരിശുദ്ധമായ കഅബത്തു ശരീഫിന്റെ മുകളിൽ, കഅബത്തു ശരീഫ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ മാത്രമല്ല ജാഹിലിയ കാലം മുതൽ അങ്ങേയറ്റത്തെ ആദരവ് നൽകപ്പെട്ട പരിശുദ്ധമായ കഅബത്തു ശരീഫിന്റെ മുകളിൽ, കഅബത്തു ശരീഫയുടെ മുകളിൽ കയറിക്കൊണ്ട് ഇസ്ലാമിന്റെ വിജയ പ്രഖ്യാപനം നടത്താൻ അല്ലാഹുവിന്റെ റസൂൽ നിയോഗിച്ചത് കറുത്ത നീഗ്രോ വർഗ്ഗക്കാരനായ ബിലാലുൽ ഹബശിയെയായിരുന്നു. ഇന്നും കറുത്തവൻ വെള്ള പോലീസിന്റെ മുട്ടിൻകാലിന്റെ അടിയിൽ പെട്ടുകൊണ്ട് ഞെരിഞ്ഞു മരിക്കുന്ന കാലഘട്ടം. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അബൂദർ എന്ന് പറയുന്ന പ്രമുഖനായ സഹാബി ഒരു കറുത്ത സഹാബിയെ വിളിച്ചു, യബ്ന സൗദാ, കറുത്ത പെണ്ണിന്റെ മോനെ എന്ന് വിളിച്ചു. അള്ളാഹുവിന്റെ റസൂൽ അത് കേട്ടപാട് പറഞ്ഞു, അബൂദർ വലിയ മഹാനാണ്, വലിയ മനുഷ്യനാണ്, വലിയ പ്രമുഖനാണ്, തറവാട്ടുകാരനാണ്, ഇസ്ലാമിന് ഒരുപാട് ഗുണം ചെയ്ത ആളാ. പക്ഷേ ഈ വിവരം അറിഞ്ഞ ഉടനെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, യാ അബൂദർ ഇന്നക ഇംറുൻ ഫീക ജാഹിലിയ്യ, ഇപ്പോഴും നിന്നിൽ ആ ജാഹിലിയത്ത് ശേഷിക്കുന്നല്ലേ, ഈ സ്വഭാവം ഇസ്ലാമിന്റെ സ്വഭാവമല്ല. കറുത്തവൻ വെളുത്തവൻ എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ഇസ്ലാമിന്റെ സ്വഭാവമല്ലെന്ന് പ്രഖ്യാപിക്കുകയല്ല, അത് അക്ഷരാർത്ഥത്തിൽ നടപ്പിൽ വരുത്തിയ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ റസൂൽ സ്ത്രീകളെ സംബന്ധിച്ച് ഏതൊരു നിയമസംഹിതയും എടുത്തു പരിശോധിച്ചാൽ ഏറ്റവും പ്രായോഗികവും ഓരോരുത്തരുടെ പ്രകൃതിയോട് ഏറ്റവും അനുയോജ്യവുമായ എല്ലാവിധ ഹക്കുകളും നൽകി ആ സ്ത്രീയെ ആദരിച്ചു. ആ സ്ത്രീയുടെ കാലിന്റെ ചുവട്ടിലാണ് മക്കളെ നിങ്ങളുടെ സ്വർഗമെന്ന് പ്രഖ്യാപിച്ചു. ഒന്നാമത്തത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് ഇലാഹ്. ജാഹിലിയ കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഞങ്ങള് നല്ല ഒരു കല്ല് കണ്ടാൽ ആ കല്ല് എടുത്തുകൊണ്ട് അത്രയൊക്കെ പൂശിയിട്ട് അതിനെ ദൈവാക്കും. യാത്രയിലൊക്കെ ആകുമ്പോൾ ആ കല്ലായിട്ട് ഇങ്ങനെ പോകുമ്പോൾ അതിലും നല്ലൊരു കല്ല് കണ്ടാൽ ഈ കല്ല് വലിച്ചെറിഞ്ഞിട്ട് ആ കല്ലെടുക്കും. ദൈവത്തിനെയാണ് വലിച്ചെറിയുന്നത് ആലോചിക്കുക. യാത്രയിലൊക്കെ ആകുമ്പോൾ അങ്ങനെ കല്ല് കിട്ടാതെ വന്നാൽ ഞങ്ങൾ ചിലപ്പോൾ അങ്ങനെ നല്ല കല്ല് മിസ്സാവും എന്തെങ്കിലും ചെയ്താൽ നല്ല മണ്ണെടുത്തുകൊണ്ട് അതിൽ നല്ല ഒട്ടകത്തിന്റെ പാല് കറന്നിട്ട് ഇങ്ങനെ കുഴച്ചിട്ട് അതുകൊണ്ട് ഒരു രൂപം ഉണ്ടാക്കിയിട്ട് അതിനെ ഞങ്ങൾ ആരാധിക്കും. ഈ വിധത്തിൽ മസ്തിഷ്കം മരവിച്ച, ബുദ്ധി പണയപ്പെടുത്തിയ ഒരു സമൂഹത്തെ അള്ളാഹുവിന്റെ റസൂൽ സംസ്കരിച്ച് എങ്ങോട്ട് എത്തിച്ചു എന്നറിയോ? ഹബശിയയിലേക്ക് ബഹുമാനപ്പെട്ട സഹാബത്ത് ഹിജ്റ പോയ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ സഹാബത്ത് സുഖമായി ജീവിക്കുന്നു. അവർക്ക് അവിടുത്തെ ജനങ്ങൾ അഭയം കൊടുത്തു. ഇതറിഞ്ഞ മുശ്രിക്കീങ്ങൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അവരെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പുറത്തു ചാടിക്കണം, അതിന് അവിടുത്തെ ഭരണാധികാരികളെ സ്വാധീനിക്കണം, അതിനാവശ്യമായ കുതന്ത്രങ്ങളൊക്കെ നടപ്പിൽ വരുത്തി അവിടുത്തെ പുരോഹിതന്മാർക്കും മന്ത്രിമാർക്കൊക്കെ വലിയ ഗിഫ്റ്റൊക്കെ കൊടുത്ത് അവിടുത്തെ രാജാവിനെ സ്വാധീനിക്കാൻ ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്ത് രണ്ടുപേരെ അങ്ങോട്ടയച്ചു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്ത് അവിടെ സുഖമായി ജീവിക്കുന്നുള്ള അസൂയ അവരെ തിരിച്ചു കൊണ്ടുവരാൻ, അവിടെ നിന്ന് അവർ സംഘടിക്കുമോ എന്ന ഭയപ്പാട്, അവർ ചെന്നു. ഈ ആളുകളൊക്കെ സ്വാധീനിച്ചു. അവസാനം രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. ബഹുമാനപ്പെട്ട നജാശി റളിയല്ലാഹു തആല അൻഹു, പിന്നീട് അദ്ദേഹം മുസ്ലിമായി. ആ നജാശിയുടെ മയ്യിത്താണ് റസൂലുള്ളാഹി ഗായിബായി നിസ്കരിച്ചത്. ആ നജാശി രാജാവിന്റെ മുന്നിലേക്ക് ഇവർ ചെന്നുകൊണ്ട് കുറെ ഇവരുടെ കുറ്റം പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിൽ ആകെ കുഴപ്പമുണ്ടാക്കിയിട്ട് വന്നവരാ, അവരെ ഇവിടെ നിങ്ങൾ സംരക്ഷിച്ചാൽ നിങ്ങളെ നാടും കൂടി കുട്ടിച്ചോറാകും. അങ്ങനെയാണല്ലോ പറയാ. നമ്മളെ SKSFരെ പറ്റിയൊക്കെ ചിലർ അങ്ങനെ പറയും. അതിലൊന്നും ബേജാറാവണ്ട. ഇത് ചരിത്രത്തിൽ ആവർത്തനമാണ്. ഒരു കാലത്ത് സുഖമായിട്ട് ദീനീ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ചെറിയ വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആരും പേടിച്ചു പോകരുത്. ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. അപ്പോഴാണ് അത് ഹക്കാണെന്ന് ബോധ്യപ്പെടുള്ളൂ. അതെല്ലാ കാലത്തും ഉണ്ടാകും. എത്ര പണ്ഡിതന്മാർ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തിനു വേണ്ടി? സുന്നത്ത് ജമാഅത്ത് പറഞ്ഞതിന് വേണ്ടി, ഇല്ലേ? അതിലൊന്നും ആരും ബേജാറാവണ്ട.
പക്ഷേ വലാഖിബത്തുൽ മുത്തഖീൻ, മുഅ്തസിലീങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട ഇമാമിങ്ങളെ കൊന്നവർ. ഇന്ന് എവിടെ മുഅ്തസിലത്ത്? അവരുടെ മുഴുവൻ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗപ്പെടുത്തി, ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തി എത്രയെത്ര പണ്ഡിതന്മാരെ ജയിലിൽ അടച്ചു, എത്രയെത്ര പണ്ഡിതന്മാരെ കൊല ചെയ്തു. എന്നിട്ട് എന്തുണ്ടായി? ഇന്ന് മുഅ്തസിലത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ല. വലാഖിബത്തുൽ മുത്തഖീൻ, സത്യത്തിനെ വിജയമുണ്ടാകൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ ഓർത്തു വെച്ചു. അവരിവിടെ വന്ന് കുഴപ്പമുണ്ടാക്കുമെന്ന് പറഞ്ഞു. കുഴപ്പമുണ്ടാക്കുമെന്ന് പറഞ്ഞപ്പോൾ രാജാവ് ചുറ്റുമുള്ള പാതിരിമാരോടും മന്ത്രിമാരോടൊക്കെ ചോദിച്ചു, എന്താ വേണ്ടതെന്ന് ചോദിച്ചു. അവർക്കല്ലേ അവരെ പറ്റി അറിയാം, അതുകൊണ്ട് അവർ അനുഭവിച്ചറിഞ്ഞതല്ലേ, അതുകൊണ്ട് അവരാണ്ട് വിട്ടുകൊടുത്തോളെ, അവരെ തിരിച്ചു കൊണ്ടുപോയിക്കോട്ടെ. അപ്പൊ രാജാവിന് മനസ്സിലായി ഇതൊരു സ്വാധീനമാണ്. അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ അവരെ വിളിക്കും, അവരെ എനിക്ക് കേൾക്കണം, അവരെന്ത് പറയുന്നു എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഈ വിഷയത്തിൽ ഞാൻ ഒരു തീരുമാനമെടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട നജാഷി രാജാവ് അങ്ങോട്ട് ക്ഷണിക്കുകയാണ് അവിടെ പോയിട്ടുള്ള ഹിജ്റ പോയിട്ടുള്ള മുഴുവൻ ആളുകളെയും. അവരുടെ നേതാവായി ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അലി ഇബ്നു അബീ ത്വാലിബിന്റെ സഹോദരൻ, വജഅഫറുനില്ലദി യുൽഹി വയുംസി യതീറു മഅൽ മലായികതി ഇബ്നു ഉമ്മി എന്ന് അലി റളിയല്ലാഹു തആല അൻഹു പാടിയിട്ടുള്ള, അല്ലാഹുവിന്റെ റസൂൽ തന്നെ മദ്ഹ് പറഞ്ഞിട്ടുള്ള മഹാനായ ജഅഫർ ഇബ്നു അബീ ത്വാലിബിന്റെ നേതൃത്വത്തിൽ അവിടെ വന്നിട്ടുള്ള സംഘം ആ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് കടന്നു വരുന്നു. ജഅഫർ പറയുന്നു, നിങ്ങളാരും സംസാരിക്കേണ്ടതില്ല, നിങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ പറയും, അതുകൊണ്ട് നിങ്ങളൊക്കെ എന്നെ ശരിവെച്ചാൽ മതി എന്ന് പറയുകയും അങ്ങോട്ട് കടന്നു ചെല്ലുന്നു. ബഹുമാനപ്പെട്ട നജാഷി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ഇവർ കടന്നു ചെല്ലുമ്പോൾ നെഞ്ചു വിരിച്ചുകൊണ്ട്, തല ഉയർത്തിക്കൊണ്ട്, യാതൊരു വിധത്തിലുള്ള ഒരു ഭാവഭേദവുമില്ലാതെ അവരങ്ങോട്ട് കടന്നു ചെന്നു. എന്നാൽ സാധാരണ രാജാവിന്റെ തിരുസന്നിധിയിലേക്ക് കടക്കുമ്പോൾ ഒന്ന് സുജൂദ് ചെയ്യണം. അങ്ങനെയാണ് അവിടുത്തെ സ്വഭാവം. രാജാവിന് സാഷ്ടാംഗം ചെയ്തുകൊണ്ട് വണങ്ങിക്കൊണ്ടേ അങ്ങോട്ട് കടക്കാൻ പാടുള്ളൂ. ഇവരത് ചെയ്തില്ല എന്ന് മാത്രമല്ല, ആ ഈമാനിന്റെ ഇസ്സത്തോടു കൂടെ, തലയെടുപ്പോടുകൂടെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് കടന്നു. അപ്പൊ തന്നെ പറഞ്ഞു, കണ്ടില്ലേ അവരുടെ ഒരു അഹങ്കാരം, കണ്ടില്ലേ അവരുടെ ഒരു അഹങ്കാരം. അവര് രാജസന്നിധിയിലേക്ക് വരുമ്പോൾ കാണിക്കേണ്ടുന്ന ബഹുമാനം, ആദരവ് കാണിച്ചില്ലല്ലോ, സുജൂദ് ചെയ്തില്ലല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ രാജാവിന് സുജൂദ് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ഒരൽപ്പം ദയ ഈ രാജാവിന്റെ ഭാഗത്ത് നിന്ന് ആവശ്യമുള്ള സമയമാണ്. അവരിവിടെ അഭയം തേടി വന്നിരിക്കുകയാണ്. അവരെ തിരിച്ച് മക്കയിലേക്ക് തിരിച്ചയക്കണമെന്നെങ്ങാനും രാജാവ് തീരുമാനമെടുത്താൽ അവരുടെ ഈമാൻ, അവരുടെ ജീവിതം പിന്നീട് പറയേണ്ടതില്ല, വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ രാജാവിന്റെ ദയക്ക് വേണ്ടി പോലും അവർ സുജൂദ് ചെയ്തില്ല. അവർ അത്രയും പ്രയാസപ്പെടുന്ന, അവരുടെ ജീവിതം രണ്ടാലൊന്നായി നിൽക്കുന്ന, ക്രോസ് വേയിലായി നിൽക്കുന്ന, ഒന്നുകിൽ ഗുണത്തിലേക്ക് അല്ലെങ്കിൽ അപകടത്തിലേക്ക്, അങ്ങനെ നിർണായകമായ ആ ഘട്ടത്തിൽ തല ഉയർത്തി കടന്നപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സുജൂദ് ചെയ്തില്ല എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, വല്ലാഹി ലാ നസ്ജുദു ഇല്ലാ ലില്ലാഹ്, ഞങ്ങളെ പടച്ച റബ്ബിനല്ലാതെ സുജൂദ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറയുന്ന പരിഷ്കാരത്തിലേക്ക്, എന്ന് പറയുന്ന മാനസികാവസ്ഥയിലേക്ക് റസൂലുള്ള മക്കയിൽ നിൽക്കുമ്പോൾ തന്നെ ഹിജ്റ പോയവരാണ് ഈ സഹാബികളെന്ന് ഓർക്കണം. അല്ലാഹുവിന്റെ റസൂൽ മാറ്റിയെടുത്തു. ആ നിലക്ക് അവരുടെ ബുദ്ധിക്ക് പ്രകാശം വന്നു. ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ഞങ്ങളുടെ പടച്ച റബ്ബിനല്ലാതെ ഞങ്ങൾ സുജൂദ് ചെയ്യില്ല എന്ന് പറയാവുന്ന സ്ഥൈര്യം, എന്ന് പറയാവുന്ന മനക്കരുത്ത്, ഹിമ്മത്ത് അവർക്ക് നേടാൻ കഴിഞ്ഞു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പറഞ്ഞു. ഇങ്ങനെ തുടങ്ങി ലോകത്ത് അവരുടെ ബുദ്ധി ഉണർന്നു, അവരുടെ ബുദ്ധി പ്രകാശിച്ചു, അതിന്റെ അഴുക്കുകളൊക്കെ പോയി, അവരുടെ ചിന്ത നേരാം വണ്ണമായി. അങ്ങനെ തുടങ്ങി മാറ്റം തുടങ്ങി ജീവിതമാസകലം മാറി. ഞാൻ നീട്ടിപ്പറയുന്നില്ല, ജീവിതമാസകലം മാറി, സ്വഭാവം മാറി, സമൂഹം മാറി, കുടുംബം മാറി, പിതാവ് മാറി, മക്കൾ മാറി, ഭാര്യ മാറി, ഭർത്താവ് മാറി, എല്ലാം മാറി, സമൂഹമാസകലം മാറി. പിന്നീട് പട്ടിണി പാവങ്ങളായിരുന്ന സമൂഹത്തിന് അള്ളാഹിന്റെ റസൂല് വഫാത്തായതിനു ശേഷം 90 വർഷം കഴിയുമ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു വഫാത്താകുന്നത്, കൊല്ലപ്പെടുന്നത് മസ്മൂമായും കൊണ്ട്. ബഹുമാനപ്പെട്ടവർ വെറും 2 ചില്ലാൻ വർഷമാണ് ഭരിച്ചത്. സമൂഹം ഉയർന്ന് എവിടെ എത്തി എന്നറിയോ? ബഹുമാനപ്പെട്ട മുസ്ലിം ഉമ്മത്ത്, ഈ പരിശുദ്ധമായ ദീൻ അത് ഉൾക്കൊണ്ട സമൂഹം വ്യാപിച്ചു, ലോകത്താസകലം വ്യാപിച്ചു. എന്നിട്ട് ഉമർ ഇബ്നു
അബ്ദുൽ അസീസിന്റെ ഭരണകാലമായപ്പോഴത്തേക്ക് സകാത്ത് വാങ്ങാൻ അർഹതയുള്ള ഒരു മനുഷ്യനില്ലാത്ത സാമ്പത്തികമായ ഔന്നത്യത്തിലേക്ക്, ഉയർച്ചയിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടെത്തിച്ച ഒരു ലോക നേതാവിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വെറും പ്രഖ്യാപനങ്ങളായിരുന്നില്ല, വെറും പ്രസംഗങ്ങളായിരുന്നില്ല, വെറും ഉപദേശങ്ങളായിരുന്നില്ല. 100 വർഷം കൊണ്ട് ഹിജ്റ 101 ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വഫാത്തായത്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലത്താണ് മുസ്ലിം ലോകത്ത് സകാത്ത് സ്വീകരിക്കാൻ ആളുണ്ടോ എന്ന് വിളിച്ചു പറയേണ്ടുന്ന ഗതികേടിലേക്ക്, അല്ലെങ്കിൽ അത്രയും വലിയൊരു ഔന്നത്യത്തിലേക്ക്, സാമ്പത്തിക അച്ചടക്കത്തിലേക്ക്, സാമ്പത്തികമായ ഉയർച്ചയിലേക്ക് ഈ മുസ്ലിം സമൂഹം എത്തിയത്. എന്റെ പ്രിയമുള്ള സമൂഹമേ, എന്റെ പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇതിനു വേണ്ടിയായിരുന്നു ഇതൊക്കെ നടത്തുമ്പോൾ ഇത്രയും വലിയ മഹത്തായ ഒരു പരിഷ്കാരം ലോകത്തിന് വേണ്ടി ഇവിടെ സമർപ്പിക്കുമ്പോൾ ആ പുണ്യപ്രവാചകൻ കിടന്നത് പായയിലായിരുന്നു. പള്ളിയിൽ പായ വിരിച്ച്, ഈ തപ്പന ഓലയുടെ പായ വിരിച്ചുകൊണ്ട് തെരഞ്ഞെറിഞ്ഞു കിടന്നപ്പോൾ ആ പാളികൾ അള്ളാന്റെ റസൂലിന്റെ ചുവന്ന ശരീരത്തിൽ പാടുകൾ വീഴ്ത്തിയ റസൂൽ പായയിൽ കിടന്നുകൊണ്ട് ലോകത്തെ മെത്തയിൽ കിടത്തുകയായിരുന്നു അള്ളാഹുവിന്റെ റസൂൽ. റസൂലുള്ളാഹി 2-3 മാസങ്ങൾ ഭക്ഷണം കഴിക്കാതെ, അഥവാ വീട്ടിൽ പാചകം ചെയ്യാതെ വെറും ഈത്തപ്പഴം കഴിച്ചുകൊണ്ട്, വെള്ളം കഴിച്ചുകൊണ്ട് കഴിച്ചുകൂട്ടിയത് ലോകത്തെ ഐശ്വര്യം നേടാനായിരുന്നു. എന്ന് കവി പാടിയല്ലോ. ഇത്രയും വലിയൊരു അത്ഭുതത്തിന് വേണ്ടിയായിരുന്നു അങ്ങ് ഈ വിശപ്പൊക്കെ സഹിച്ചത്. അതിനു വേണ്ടിയായിരുന്നു അങ്ങ് ഈ കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ചത് നബിയെ എന്ന് ചോദിക്കുന്ന രംഗമുണ്ട്. ആ റസൂൽ فمحمدنا هو سيدنا فالعز لنا لإجابته. ആ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് നമ്മുടെ നേതാവ്. അവരാണ് നമ്മുടെ മാതൃകാ പുരുഷൻ. അവരാണ് നമ്മുടെ എല്ലാം. ഇത് വാക്കിലായാൽ പോരാ സുഹൃത്തുക്കളെ. എൻ്റെ പ്രിയപ്പെട്ട SKSSFന്റെ പ്രവർത്തകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ പ്രസംഗിക്കുകയല്ല വേണ്ടത്. പ്രസംഗിക്കാൻ ആളുകൾ ഒരുപാടുണ്ട്. നിങ്ങൾ പ്രസംഗിക്കാൻ കഴിയുന്നവർ പ്രസംഗിച്ചോ, അത് വേണ്ട എന്നല്ല. പക്ഷേ നിങ്ങൾ ഖുദുവത്താവണം, മാതൃകയാവണം. റസൂലിന്റെ സ്വഭാവം എന്ത് എന്ന് നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ കാണിച്ചു കൊടുക്കണം. എങ്കിലേ ഈ പാഷൻ കൊണ്ട് കാര്യമുള്ളൂ, എങ്കിലേ ഹുബ്ബുർ റസൂലിന്റെ പ്രവർത്തനം കൊണ്ട്, പ്രസംഗം കൊണ്ട് കാര്യമുള്ളൂ. വെറും നാക്കടിച്ചത് കൊണ്ട് കാര്യമില്ല, ലഖലഖത്തുൽ ലിസാൻ കൊണ്ടൊരു കാര്യവുമില്ല. അത് നമ്മുടെ ജീവിതത്തിൽ കാണണം, സ്വഭാവത്തിൽ കാണണം. സത്യസന്ധനായിരിക്കണം, കളവ് പറയരുത് തുടങ്ങിയുള്ള ജീവിതത്തിന്റെ മൂല്യങ്ങൾ, ഇസ്ലാമിന്റെ മൂല്യങ്ങൾ, റസൂലിന്റെ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആവാഹിച്ചെടുത്തുകൊണ്ട് അത് നമ്മിലൂടെ പ്രകടമായി ഞാൻ മുഹമ്മദ് നബിയുടെ ഒരു യഥാർത്ഥ അനുയായിയാണ് എന്ന് പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എല്ലാവരും ഈ പരിപാടി അവസാനം വരെ നല്ല നിലയിൽ കൊണ്ടുപോയി അതിൻ്റെ ഫലം നേടിയെടുത്തുകൊണ്ട് മാത്രമേ പിരിയാവൂ എന്ന് ഉണർത്തിക്കൊണ്ട് ഇതിനുവേണ്ടി ഒരു കഠിനാധ്വാനം ചെയ്ത ഇവിടെ ഒരുപാട് പ്രവർത്തകർ, സേവകർ, നാട്ടുകാർ, ഈ മഹല്ലത്തുകാർ, അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ ഇന്നലെ ഞാൻ ഇവിടെ വന്നപ്പോൾ രാത്രി വന്നിരുന്നു. അപ്പോഴും അവരൊക്കെ കാണാൻ കഴിഞ്ഞു. വളരെ ആത്മാർത്ഥമായി അവരുടെയൊക്കെ സേവനം അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതൊക്കെ നമുക്ക് പാരത്രിക ലോകത്തേക്കുള്ള വലിയൊരു മുതൽക്കൂട്ടായി അള്ളാഹു ഇതൊക്കെ കബൂൽ ചെയ്യുമാറാവട്ടെ.